السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم. الحمد لله. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ സൂറത്തുൽ ഫജ്ർ തീരാറായി. അവസാനത്തെ 4 ആയത്തുകളാണ് ഇനി ബാക്കിയുള്ളത്. അതായിരിക്കും നമ്മുടെ ഇന്നത്തെ പാഠം. ഇൻഷാ അള്ളാഹ് പാഠം ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ്. യാ ഇവിടെ 4 അലിഫ് നീട്ടണം. യാ അയ്യതുഹൻ നഫ്സുൽ, ഇവിടെ നൂൻ തഷ്ദീദ്, നൂനിനെ കട്ടിയാക്കി മണിച്ച് വേണം ഉച്ചരിക്കാൻ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ്. ഇവിടെ തായെ ഖൽഖല ചെയ്യണം. മുത്മ എന്ന് വേണം ഉച്ചരിക്കാൻ. മുത്മഇന്നഹ്. ഇവിടെയും നൂനിനെ കട്ടിയാക്കി മണിച്ച് വേണം ഉച്ചരിക്കാൻ. അവിടെ മുത്മഇന്നതു എന്നാണ്, പക്ഷെ നിർത്തുമ്പോൾ ആ ത ഹ ആയി സുക്കൂൻ കൊടുത്ത് നിർത്തണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ്. എന്നോടൊപ്പം പാരായണം ചെയ്യുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ്. ارجعي إلى ربك راضية مرضية. ارجعي إلى ربك راضية مرضية. ارجعي റായ ഇവിടെ മുഴപ്പിച്ച് വേണം ഉച്ചരിക്കാൻ. ഇവിടെ ഈ സൂറത്തിലെ ഈ സ്ഥലത്ത് ഈ റായെ ഇവിടെ മുഴപ്പിച്ച് വേണം ഉച്ചരിക്കാൻ. ഇർജിഇ എന്ന് ഉച്ചരിക്കരുത്, നേരിയ രീതിയിൽ ഉച്ചരിക്കരുത്, മുഴപ്പിച്ച് വേണം ഉച്ചരിക്കാൻ. ഇർജിഇ എന്ന് വേണം ഉച്ചരിക്കാൻ. ഇർജിഇ. ഇവിടെ 4 അലിഫ് നീട്ടണം, മദ്. ارجعي إلى ربك راضية ഈ തൻവീനിനെ ഈ മീമുമായിട്ട് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. റാദിയതം മർദിയ്യ. റായ മുഴപ്പിക്കണം. കൽക്കല ആകാനും പാടില്ല, മറ എന്നാകാനും പാടില്ല. മർദിയ്യ. നാവിൻ്റെ ഈ ഒരു അരിക് അത് അണപ്പല്ലുമായി ചേർന്ന് കൊണ്ടാണ് ആ ഒരു അക്ഷരം പുറപ്പെടുന്നത്. തെറ്റാനുള്ള സാധ്യതയുണ്ട്. റാദിയതം അതില്ലെങ്കിൽ റാളിയതൻ എന്നൊക്കെ ഉച്ചരിക്കും. അത് അങ്ങനെയൊന്നുമല്ല ഉച്ചരിക്കേണ്ടത്. റാദിയതം മർദിയ്യ.
ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ فادخلي في عبادي ഫദ്ഖുലി ഫാ കഴിഞ്ഞിട്ട് അലിഫുണ്ട്. ആലിഫിൽ ഉച്ചരിക്കരുത്. ഫാദ്ഖുലി അല്ലെങ്കിൽ ഉദ്ഖുലി എന്നൊന്നും ഉച്ചരിക്കരുത്. ഫായിൽ നിന്നും നേരെ ദാലിലേക്ക് ഫദ്ഖുലി അത് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി. ഇവിടെയും വാവ് കഴിഞ്ഞ അലിഫുണ്ട്, ഉച്ചരിക്കാൻ പാടില്ല അലിഫിനെ. വാദ്ഖുലി എന്നോ അതില്ലെങ്കിൽ അതായത് വാവിനെ നീട്ടുകയോ അതില്ലെങ്കിൽ ഉദ്ഖുലി എന്നോ ഒന്നും ഉച്ചരിക്കരുത്. വദ്ഖുലി ജന്നതി വദ്ഖുലി അവിടെ നൂനിനെ കട്ടിയാക്കി മണിക്കണം. ജന്നതി വദ്ഖുലി ജന്നതി. വേണമെങ്കിൽ ഈ രണ്ട് ആയത്തുകളെ കൂട്ടിച്ചേർത്ത് പാരായണം ചെയ്യുകയും ചെയ്യാം. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇനി എന്നോടൊപ്പം ഈ സൂറത്ത് ഈ ആയത്തുകൾ പാരായണം ചെയ്യുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي فادخلي في عبادي وادخلي جنتي. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ സൂറത്ത് പരിപൂർണമായ രീതിയിൽ പഠിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സൽക്കർമ്മത്തെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ ഈ സൂറത്ത് ഒരു പ്രാവശ്യം പരിപൂർണമായ രീതിയിൽ പാരായണം ചെയ്യുന്നതാണ്. ആ പാഠം ശ്രദ്ധിച്ച് കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.